അമേരിക്കയിൽ പോയി ജോലി ചെയ്യുക, സെറ്റിൽ ആകുക എന്നൊക്കെ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇതൊക്കെ സ്വപ്നമായി തന്നെ അവശേഷിക്കുമോ എന്ന പേടിയിലാണ് പലരും. കാരണം അമേരിക്കയിൽ H-1B വിസ പ്രോഗ്രാം പൂർണ്ണമായും നിർത്തലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ ബില്ല് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ പേര് എക്സൈൽ ആക്ട് എന്നാണ്. ഈ പുതിയ ബില്ല് നമ്മുടെ IT പ്രൊഫഷണൽസിന്റെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ഉറക്കം കെടുത്തുകയാണ്. എന്താണ് ഈ ബില്ല്? ഇന്ത്യക്കാരെ ഇത് എങ്ങനെ ബാധിക്കും? ഇതിനു മുൻപ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? പരിശോധിക്കാം. ഫ്ലോറിഡയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധി ഗ്രെഗ് സ്റ്റ്യൂബാണ് ഈ ഒരു വിവാദ ബില്ല് അമേരിക്കൻ കോൺഗ്രസിൽ അവതരിപ്പിച്ചത്. എക്സൈൽ എന്ന് വെച്ചാൽ എൻഡിങ് എക്സ്പ്ലോയിറ്റേറ്റീവ് ഇമ്പോർട്ടഡ് ലേബർ എക്സെംഷൻസ് ആക്ട് എന്നാണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം. ലളിതമായി പറയുകയാണെങ്കിൽ അമേരിക്കയിലെ കമ്പനികൾ കുറഞ്ഞ ശമ്പളത്തിന് വിദേശികളെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെയും ചൈനക്കാരെയും ജോലിക്ക് എടുക്കുന്നുവെന്നും ഇത് അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുമാണ് ഇവരുടെ വാദം. അതുകൊണ്ട് 2027 സാമ്പത്തിക വർഷത്തോടെ H-1B വിസ പ്രോഗ്രാം പൂർണ്ണമായും നിർത്തലാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ H-1B വിസയെ തകർക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല എന്ന് മനസ്സിലാകും. മുൻപ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഇരുന്നപ്പോൾ തന്നെ വിസ നിയമങ്ങൾ കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേയും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ബൈ അമേരിക്കൻ ഹയർ അമേരിക്കൻ എന്ന പോളിസിയിലൂടെ വിസ അപ്രൂവൽ റേറ്റ് കുറച്ചിട്ടുണ്ട്. ചെറിയ തെറ്റുകൾക്ക് പോലും അപേക്ഷകൾ റിജക്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിനുശേഷം വന്ന $1 ലക്ഷം ഫീസ് നിർദ്ദേശം. അതായത് അടുത്തിടെയാണ് H-1B അപേക്ഷകർക്ക് വൻ തുക ഫീസ് ഏർപ്പെടുത്തണമെന്ന ചർച്ചകൾ വന്നത്. ഇത് ചെറിയ കമ്പനികൾക്ക് ഇന്ത്യൻ ടാലന്റ്സിനെ ഹയർ ചെയ്യുന്നത് അസാധ്യമാക്കും. ഇനി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് നോക്കാം. ശരിക്കും ഈ ലേറ്റസ്റ്റ് ബില്ലിന് പിന്നിൽ ചില ശക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അമേരിക്കയിൽ ഇപ്പോൾ ഒരു ആന്റി ഇമിഗ്രേഷൻ സെന്റിമെന്റ്, അതായത് ഇമിഗ്രേഷൻ വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന ടാഗ് ലൈനിലാണ് പുതിയ നീക്കങ്ങളൊക്കെ. അടുത്തതായി, നിലവിൽ പ്രതിവർഷം നൽകുന്ന 85,000 H-1B വിസകളിൽ സിംഹഭാവം മെജോറിറ്റിയും പോകുന്നത് ഇന്ത്യക്കാർക്കാണ്. ഇത് നിർത്തലാക്കിയാൽ ഇൻഫോസിസ്, TCS, വിപ്രോ തുടങ്ങിയ ഇന്ത്യൻ IT ഭീമന്മാർക്ക് വലിയ പ്രഹരമായിരിക്കും. അതുപോലെ ഇനി ടെക് കമ്പനികൾ പറയുന്നത് ഞങ്ങൾക്ക് സ്കിൽഡ് ലേബർ വേണം എന്നാണ്. എന്നാൽ ഗ്രെഗ് സ്റ്റ്യൂബയെ പോലുള്ളവർ പറയുന്നത് വിദേശികൾക്ക് കുറഞ്ഞ ശമ്പളം നൽകി അമേരിക്കക്കാരുടെ ജോലി തട്ടിയെടുക്കുന്നു എന്നാണ്. ഈ ഒരു ക്ലാഷ് ആണ് ഇപ്പോൾ വഷളായിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന പോയിന്റുകളുണ്ട്. ഈ ബില്ല് നിയമമായാൽ 2027 സാമ്പത്തിക വർഷത്തോടെ H-1B വിസ നൽകുന്നത് പൂർണ്ണമായും നിർത്തലാകും. അതായത് ആനുവൽ ക്യാപ്പ് 0 ആക്കും. നിലവിൽ അമേരിക്ക നൽകുന്ന H-1B വിസകളിൽ ഏകദേശം 70 മുതൽ 80% വരെ നേടുന്നത് ഇന്ത്യക്കാരാണ്. IT സെക്ടറിലാണ് ഏറ്റവും വലിയ ആഘാതം ഉണ്ടാകാൻ പോകുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടേമിൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം വരുന്നത്. നേരത്തെ തന്നെ H-1B വിസകൾക്ക് $1 ലക്ഷം, ഏകദേശം 84 ലക്ഷം രൂപ ഫീസ് ഏർപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. അതിന്റെ കൂടെയാണ് ഇപ്പോൾ വിസ തന്നെ നിർത്തലാക്കാനുള്ള ഈ ഒരു നീക്കം. ഇത് കേട്ട് പേടിക്കണോ എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ആപ്പിൾ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ കമ്പനികൾക്ക് ഇന്ത്യക്കാരില്ലാതെ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അവർ ഈ ബില്ലിനെതിരെ ശക്തമായ ലോബിയിങ് നടത്തുന്നുണ്ട്. ഇവർക്കൊക്കെ, അതായത് അവർക്ക് ഈ ക്വാളിറ്റി ടാലന്റ് വേണമെങ്കിൽ ഇന്ത്യക്കാരെ പോലെയുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിനെ അത്യാവശ്യമാണ്. എന്നാൽ മറുഭാഗത്ത് ഇലോൺ മസ്കിനെ പോലെയുള്ളവർ പറയുന്നത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആളുകൾ അമേരിക്കയിലേക്ക് വരണം എന്നാണ്. പക്ഷേ ഗ്രെഗ് സ്റ്റ്യൂബയെ പോലെയുള്ളവർ പറയുന്നത് അമേരിക്കൻ ഗ്രാജുവേറ്റ്സിന് ജോലി കിട്ടാൻ ഈ വിസ നിരോധിക്കണം എന്നാണ്. ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാൻ നിൽക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. വിസ സ്റ്റാമ്പിങ്ങും വെരിഫിക്കേഷനും ഇപ്പോൾ വളരെ ടൈറ്റാണ്. അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ പശ്ചാത്തലം സാധാരണയേക്കാൾ കൂടുതൽ കർക്കശമായിട്ടാണ് പരിശോധിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. 2025 ഡിസംബർ മുതലേ ഇത് H-1B അതുപോലെ H-4 വിസ അപേക്ഷകർക്ക് നിർബന്ധമാക്കിയിരുന്നു. സോഷ്യൽ മീഡിയ ഹിസ്റ്ററി വരെ ചെക്ക് ചെയ്യുന്ന ഒരു എൻഹാൻസ്ഡ് വെറ്റിംഗ് ആണ് നടക്കുന്നത്. ചുരുക്കത്തിൽ പഴയതുപോലെ അത്ര ഈസി അല്ല കാര്യങ്ങൾ. US ഇമിഗ്രേഷൻ പോളിസി ഇപ്പോൾ ഒരു വലിയ ട്രാൻസിഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ എക്സൈൽ ആക്ട് നിയമമായി മാറുമോ അതോ വെറും ഒരു പ്രപ്പോസലായി മാത്രം ഒതുങ്ങുമോ എന്ന് വരും മാസങ്ങളിൽ അറിയാം. കാരണം സെനറ്റിലും മറ്റും ഇതിന് വലിയ കടമ്പകൾ കടക്കാനുണ്ട്. എങ്കിലും അമേരിക്കയെ ലക്ഷ്യം വെക്കുന്ന ഉദ്യോഗാർത്ഥികൾ കാനഡ, ജർമ്മനി പോലുള്ള മറ്റ് ഓപ്ഷനുകൾ കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് എക്സ്പെർട്സ് പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.